Hello guys, welcome back to my YouTube channel Life and ഓൾറെഡി എന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഞാൻ B2 എക്സാം ജർമ്മൻ B2 എക്സാമിൻ്റെ പ്രിപ്പറേഷൻസിലാണ്. ഞാൻ എക്സാം ഡേറ്റ് എടുത്തിട്ടുണ്ട്. 4 ഒരുമിച്ചാണ് എടുത്തേക്കുന്നത്. ഒരൊറ്റ ദിവസം 4 ഒരുമിച്ച് എടുത്തേക്കുവാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ എക്സാമും എഴുതി. എക്സാമിൻ്റെ റിസൾട്ട് ഒരു മാസം കഴിഞ്ഞാണ് റിസൾട്ട് വന്നത്. എക്സാമിൻ്റെ റിസൾട്ടും വന്നു. എനിക്ക് 4 മൊഡ്യൂളും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി ഗൈസ്. ഞാൻ വളരെ ഹാപ്പിയാണ്. എന്താ പറയുക, 4 മൊഡ്യൂളും ഫസ്റ്റ് ഒന്നിച്ച് എഴുതുക എന്നുള്ളത് ഒരു രണ്ടും കൽപ്പിച്ചിറങ്ങിയ ഒരു സംഭവമായിരുന്നു. അങ്ങനെ വളരെ വലിയ പ്ലാനിങ് അല്ലെ എന്നെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചു തന്നെ 4 മൊഡ്യൂൾ ഒന്നിച്ച് എഴുതിയതല്ല. എഴുതി നോക്കാം, വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചറും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. എഴുതി നോക്കുക എന്ന് മിസ് പറഞ്ഞു. അപ്പം ഞാനും എഴുതി നോക്കാം എന്ന് വിചാരിച്ചു. എന്നിൽ കുറച്ച് ഒന്ന് കഷ്ടപ്പെട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ 4 മൊഡ്യൂളും ഒറ്റയടിക്ക് എഴുതി. അത് ഞാൻ ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ മെയിൽ അയക്കുമായിരുന്നു. എനിക്ക് കൊച്ചി ട്രിവാൻഡ്രത്ത് കൊച്ചിയിലാണ് കിട്ടിയത്. അപ്പോൾ കൊച്ചി കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറേ പേര് എന്നോട് 4 മൊഡ്യൂൾ എടുത്തതിന് പറഞ്ഞു. അത് കുറച്ച് അധികം ഇതായി പോയില്ലേ, 4 മൊഡ്യൂൾ ഒന്നിച്ചെടുക്കണ്ടായിരുന്നു, 2 മൊഡ്യൂൾ വെച്ച് എടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്താ പറഞ്ഞ കൊച്ചി വളരെ ബോറാണ്, കൊച്ചി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, റൂഡാണ്, ജയിക്കാൻ ഭയങ്കര പാടാണ്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് എന്നോട് ഞാൻ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി തിരക്കും തോറും എനിക്ക് ഇങ്ങനത്തെ ബാഡ് കമന്റ്സ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇച്ചിരി ഒന്ന് ഡൗൺ ആയെങ്കിലും ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്തിന്, രണ്ടും കൽപ്പിച്ച് എഴുതിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ എഴുതി ഗൈസ്. അങ്ങനെ ആ നിമിഷം എത്തിയിരിക്കുന്നു ഗൈസ്. എൻ്റെ കയ്യിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഗോയിത്തേന്ന് എനിക്ക് 4 മൊഡ്യൂളിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. അതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ വളരെ ഒരു അഭിമാനമുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് ആ സർട്ടിഫിക്കറ്റ്. ഒരൊറ്റ അറ്റംപ്റ്റിൽ തന്നെ 4 മൊഡ്യൂൾ എത്തിയിരുന്നു. എനിക്ക് ഒറ്റ സർട്ടിഫിക്കറ്റ് തന്നെ എൻ്റെ 4 എണ്ണം എനിക്ക് കിട്ടി. അങ്ങനെ 4 പാസ്സായി ഗൈസ്. അപ്പം B2 എന്നൊരു എന്താ പറയുക, ഇപ്പോൾ ആർക്കും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര പാടാണ് കിട്ടാനെന്നൊക്കെ കേട്ട് ആകെ ടെൻഷൻ അടിച്ചിരുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടി ഗൈസ്. അത് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കിടന്നങ്ങ് അതിലോട്ട് കിടന്ന് ചെയ്തെന്നല്ല. പക്ഷെ എന്നാലും ഇത് എക്സാം ഡേറ്റ് എടുക്കുന്നത് കഴിഞ്ഞ് നമുക്ക് 1 മാസം കിട്ടും എക്സാം ആവാൻ. അപ്പോൾ 1 മാസം പ്രിപ്പറേഷൻ ടൈം ഉണ്ടായിരുന്നു. ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ ഇരുന്ന് ഞാനും എൻ്റെ ഫ്രണ്ട് കൂടി ഞങ്ങൾ ശരിക്കും വർക്ക് ചെയ്തായിരുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ള പാടായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പഠിക്കുന്ന പഠിപ്പികൾക്കോ അങ്ങനെയൊന്നും അല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടായിരിക്കണം ഇങ്ങനത്തെ ഒരു ഇത് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ എന്താ പറയാ, വളരെ ഹാപ്പിയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. നമ്മൾ എഴുതി കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് എക്സ്പീരിയൻസസ് കുറച്ച് ബാഡാണ് ഉണ്ടായത് കൊച്ചിയിൽ എന്നല്ല, അത് എന്താ പറയുക, നമുക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. കൊച്ചിയിൽ ഫുള്ളി ബാഡാണെന്നല്ല, പക്ഷെ എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു എന്താണ് ഭയങ്കര പാടല്ലായിരുന്നു എക്സാം. ഓക്കെ ടൈപ്പ് ആയിരുന്നു. എന്നാലും എനിക്ക് സ്പീക്കിങ്ങിലൊക്കെ ആണെങ്കിലും കുറച്ച് പ്രൂഫർ എക്സാമിനറിന്റെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആകെ ബാഡ് അടിച്ചാണ് ഇരുന്നത്. അപ്പൊ ഞാൻ എൻ്റെ എക്സാം കൊച്ചിയിൽ എഴുതിയ എക്സാം എക്സ്പീരിയൻസിന്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഇച്ചിരി ബാഡ് അടിച്ചിരുന്നതുകൊണ്ട് എനിക്ക് 4 കിട്ടും, നമുക്ക് എവിടെയൊക്കെയോ 4 കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇത്രയും വർക്ക് ചെയ്തല്ലേ 4 കിട്ടുമായിരിക്കും എന്ന് ചെറിയൊരു ഇത് തോന്നിയാൽ നമ്മളത് വെളിയിൽ ഒരിക്കലും കാണിക്കില്ല. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2 കിട്ടിയാൽ മതി, ഒരു 3 അറ്റ്ലീസ്റ്റ് 2 മതി, 2 കിട്ടിയാൽ മതി എന്നുള്ള ഫീൽ ആയിരുന്നു. ഇത്രയും 4 ഒന്നിച്ചെഴുതി കുറെ പൈസയും കൊടുത്തു. ആകെ നമുക്ക് ഒരു ഇതായിരുന്നു, ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ അപ്പൊ റിസൾട്ട് വന്നു. അപ്പൊ ഞാൻ ആ നേരത്തെ വീഡിയോ ഇട്ടത് കുറച്ച് ഡിലേ ആയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. ഞാൻ നേരത്തെ എഴുതി കേട്ടോ. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. പിടിച്ച നേരത്തെ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒറ്റയടിക്ക് തന്നെ 4 എഴുതുമായിരുന്നു. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റും ആയിരുന്നു. ഞാൻ എൻ്റെ ക്ലാസ് തീർന്ന മാർച്ചിലായിരുന്നു. ഞാൻ ഏപ്രിലേക്ക് എക്സാം ഡേറ്റ് എടുത്ത് ഏപ്രിൽ 22, 21 നടക്കുന്ന കൊച്ചിയിലെ എക്സാം ആണ് ഞാൻ അറ്റൻഡ് ആക്കിയത്. മെയിൽ അയച്ചപ്പോൾ എനിക്ക് കൊച്ചിയിലാണ് കിട്ടിയത്. അപ്പം എൻ്റെ അടുത്ത് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ ഒന്നുകൂടി എളുപ്പമായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലൊരു ഇതിൽ പോയി. അങ്ങനെ കൊച്ചിയിൽ പോയി ഞാൻ ഒരു ദിവസം പോയി, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അച്ഛനും അമ്മയൊക്കെ വന്ന് എന്നെ കൊണ്ടാക്കി അവരോടെ നിന്ന് അങ്ങനെ ഞാൻ എക്സാം ഒക്കെ എഴുതി. എക്സാം എഴുതി കഴിഞ്ഞ് എന്താ പറയാ, എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് കുറച്ച് ബാഡ് ആയതുകൊണ്ട് എനിക്ക് ആകെ ഒരു ഇതുണ്ടായിരുന്നു എങ്ങനെയാന്നുള്ളത്. ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ 4 കിട്ടുമെന്ന് ഒരു ഇതില്ലായിരുന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നത് മെയ് 16 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മെയ് 15, 16 ആയപ്പോൾ റിസൾട്ട് വന്നു. 1 മാസം എടുക്കും റിസൾട്ട് വരാൻ വേണ്ടി. അല്ല, മെയ് 27 എങ്ങാണ്ട്, മെയ് 27 അങ്ങനെ ഡേറ്റ് ആയിട്ടോ. സോറി, മെയ് 16 അല്ല, 1 മാസം എടുക്കുമല്ലോ. ഏപ്രിൽ 22 എഴുതി കഴിഞ്ഞാൽ മെയ് അവസാനമായപ്പോഴാണ് റിസൾട്ട് വന്നത്. മെയ് 27 എങ്ങാണ്ട് റിസൾട്ട് വന്നത്. അപ്പം അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ
എൻ്റെ പൊന്നെ അത് നോക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. വന്നെന്ന് ഞാൻ കണക്കൂട്ടൽ അനുസരിച്ച് 35 വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പോൾ 35 വർക്കിംഗ് ഡേയ്സ് നമ്മളിങ്ങനെ കലണ്ടറിലൊക്കെ മാർക്കൊക്കെ ചെയ്തിട്ടു. പക്ഷെ ഞാൻ വിചാരിച്ച ദിവസം വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, ഇതെന്താ വരാത്തത്. നമുക്ക് കാത്തിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ 4 മൊഡ്യൂൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് വന്നാൽ അടുത്ത എന്ത് ചെയ്യണമല്ലോ, പൊട്ടിയാൽ അത് പോയി എഴുതണം എന്നുള്ളൊരു രീതിയുള്ളൂ. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് അവസാനം ഞാൻ എക്സ്പെക്ട് ചെയ്തതിന്റെ അടുത്ത ദിവസം തന്നെ വന്നു. അപ്പൊ അടുത്ത ദിവസം വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ചായ കുടിച്ച് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഇമെയിൽ വന്നു, ഗോയിറ്റ റിസൾട്ട്സ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞു. ഞാൻ ഇതെന്ത് ചെയ്യണം, എടുത്ത് നോക്കണം. എൻ്റെ എൻ്റെ പേടിഎം നമ്പർ, എൻ്റെ മറ്റേ റോൾ നമ്പർ എല്ലാം അങ്ങനെയൊക്കെ ആയിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് പാസ്റ്റ് ഫീൽഡ് എന്നൊന്നും പറഞ്ഞ് കാണിക്കില്ല. ജസ്റ്റ് നമ്പേഴ്സ്, നമ്മുടെ മാർക്സേ ഉണ്ടാവുള്ളൂ. അപ്പൊ മാർക്സേ ഉള്ളൂ. അത് 60 അല്ലെ 60-ന് മേലെയാണ് പാസ്റ്റാ. എനിക്ക് നോക്കിയിട്ട് എല്ലാം 60 മേലെ ഉണ്ട്, എല്ലാം 70 ഉണ്ട്, 20 മേലെയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് കണ്ടിട്ട് ഇത് പാസ് തന്നെയാണോ ഒരു സംശയം. ഞാൻ ഫ്രണ്ടിനെ വിളിച്ച് കാണിക്കുന്നുണ്ട്, ഇത് കറക്റ്റ് ആണോ, 4 കിട്ടിയോ. എനിക്ക് വീട്ടുകാർക്കും ഭയങ്കര സന്തോഷം. അങ്ങനെ ഫൈനലി എനിക്ക് 4 കിട്ടി ഗൈസ്. ഐ എം വെരി ഹാപ്പി. ഞാൻ വെറുതെ ഇരുന്ന് കിട്ടിയതല്ല, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം തോന്നും. പക്ഷെ ഞാൻ വർക്ക് ചെയ്തത് വെച്ച് എനിക്ക് 4 ഒറ്റയ്ക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലൊന്നും അല്ല ഇരുന്നത്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണ് ആ വർക്ക് ചെയ്തത്. അത് എന്തായാലും ഗൈസ് അത് സക്സസ് ആയി. അങ്ങനെ വളരെ ഹാപ്പിയാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ എക്സാം പ്രിപ്പയർ ചെയ്തത്, എങ്ങനെയാണ് ഞാൻ ആ 1 മന്ത് ഇരുന്ന്, അതായത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് A1 A2 B1 B2 ഒക്കെ പഠിച്ചു പോകുന്നെങ്കിലും എങ്ങനെയാണ് ഞാൻ ആ 1 മന്ത് പ്രിപ്പറേഷൻ, എന്തായാലും ഞാൻ ആ A1 A2 B1 B2 പഠിച്ചു വന്നെങ്കിലും എൻ്റെ ആ 1 മന്ത് വളരെ വാല്യൂഡ് ആണ് ഗൈസ്. ആ 1 മന്ത് ഇരുന്നാണ് ഞാൻ ശരിക്കും ഇരുന്ന് വർക്ക് ചെയ്തത്. അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാൻ അവളുമായിട്ടിരുന്ന് വർക്ക് ചെയ്തത്. ഞങ്ങൾ കുറച്ച് അതൊരു പ്ലാനിങ്ങോടുകൂടി തന്നെ ഇരുന്നാണ്. ഞാൻ ബാക്കി ഒന്നിനും ഇതേവരെ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു എക്സാമിനും ഇത്രയും പ്ലാനിങ് ഒന്നും എടുത്തിരുന്നു. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണല്ലോ, അതുകൊണ്ടായിരിക്കാം ഭയങ്കര പ്ലാനിങ് അല്ല ഇങ്ങനെ എന്നുള്ള രീതി. പിന്നെ ഒരാളെ അതായത് നമ്മൾ ജസ്റ്റ് വീട്ടിൽ ഇരുന്ന് +1 +2 ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കും, നമ്മുടെ സമയം അങ്ങനെ രീതിയിൽ. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങോടുകൂടി 2 പേരും ഒരാൾക്ക് റെസ്പോൺസിബിലിറ്റി രീതിയിലായിരുന്നു. ഒരാൾ എന്താണേലും മടി കാണിച്ചാൽ മറ്റാൾ എന്താണേലും ഉണ്ടെന്നുള്ള രീതിയായിരുന്നു. അപ്പൊ അതോടുകൂടി ഞാൻ അങ്ങനെ ഒരു പ്ലാനിങ് രീതിയിലായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്, അതെനിക്ക് തോന്നുന്നു അത് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പുതിയ കാര്യമാണെന്നല്ല, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും ഗൈസ്. നിങ്ങൾക്ക് എങ്ങനെയാണ്, നമുക്ക് ഫസ്റ്റിൽ ഞങ്ങൾക്ക് തന്നെയായിരുന്നു ഇത് എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത്, 1 മാസം ഉണ്ട്, ഇത് എന്താ ചെയ്യേണ്ടത്, ക്ലാസ്സിൽ പഠിപ്പിച്ച റിവൈസ് ചെയ്യണോ, ഇത് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് ഞാൻ ആ വർക്ക് ചെയ്തതെന്നുള്ള ഞാൻ വീഡിയോ പറയുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ.